ആദിത്യൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇപ്പോൾ ഫേസ് ഈടാക്കാനുള്ള പുതിയ പദ്ധതി ഇറാൻ പ്രഖ്യാപിക്കുന്നത്. ഇത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല, ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് തന്നെയായിരിക്കും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഇറാനെ എതിർത്ത രാജ്യങ്ങളുടെ കപ്പലുകൾക്കൊക്കെ വലിയ നിയന്ത്രണം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും അക്ഷയ, ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തങ്ങളോട് ഇത്രയും കാലം ശത്രുതാ മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചവർക്കെതിരെ ഒക്കെ തന്നെ ഒരു പക വീട്ടാനുള്ള ഒരു അവസരമായി തന്നെയാണ് ഈ ഒരു ആവശ്യമായ ഫീസ് എന്ന രീതിയിൽ കപ്പം കൊടുക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഗോള സമുദ്ര ഗതാഗതത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ്, ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ഹോർമുസ് കടലിടുക്ക്. ഈ കപ്പൽ ചാലുകൾ നിയന്ത്രിക്കാനായി ഇതുവരെ ഇറാന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷ സാധ്യത ഉയർന്നു വന്ന ഘട്ടത്തിൽ അമേരിക്കയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആഗോള രാഷ്ട്രങ്ങളെ തന്നെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ഒരു ഹോർമുസ് കടലിടുക്കിൽ ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇറാൻ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ സംഭവിച്ചിരിക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ തന്നെ അവർ വിശകലനം ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പിടിവള്ളിയും ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഈ തന്ത്രപ്രധാന ജലപാതയിലൂടെയുള്ള കപ്പൽ നീക്കങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക റൂട്ട് നിലവിൽ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ പാർലമെന്റ് തന്നെ ദേശീയ സെക്യൂരിറ്റി സമിതി തലവനായിട്ടുള്ള ഇബ്രാഹിം അസീസിയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ പുതിയ സംവിധാനത്തിന് കീഴിൽ ഒരു പ്രത്യേക സേവനങ്ങൾ കപ്പലുകൾക്ക് നൽകുന്ന ഈ സേവനത്തിനായി ഒരു പ്രത്യേക ഫീസ് ഈടാക്കുന്നു. അതിനെ ആവശ്യമായ ഫീസ്, ഏറ്റവും അത്യാവശ്യമായ ഒരു ഫീസ് എന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ അതിനെ നോക്കിക്കാണുന്നത്. അമേരിക്കൻ നേതൃത്വത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ അടക്കം പ്രൊജക്ട് ഫ്രീഡം എന്ന രീതിയിൽ ഒരു സമുദ്ര സംരംഭം തന്നെ അമേരിക്ക ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇറാനും രംഗത്ത് വന്നിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.